ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമ്മായിസ് കോർണർ. എല്ലാവർക്കും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാനിതേ വൻപയറിൻ്റെ ഇല പറിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് കേട്ടോ, തോരൻ വെക്കാൻ വേണ്ടിയിട്ട്. ഹസ്ബൻഡ് ഇവിടെ പറമ്പിലേക്ക് ധാരാളം വൻപയർ പിന്നെ പാകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പറമ്പൊക്കെ കളച്ച് ഇങ്ങനെ പയറുവർഗ്ഗങ്ങളൊക്കെ പാകാറുണ്ടല്ലോ. കാരണം എന്താ വെച്ചാൽ പിന്നെ മണ്ണിൻ്റെ നല്ല ഫലഭൂഷ്ഠത ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, നല്ല വളക്കൂറുള്ള മണ്ണാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പാകാറുള്ളത് കേട്ടോ. അപ്പം എന്നോട് പറഞ്ഞു നല്ല ഇലയൊക്കെ ഉണ്ടായിട്ടുണ്ട്, എനിക്ക് വേണേൽ വന്ന് പറിച്ച തോരൻ വെക്കണമെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആളുടെ കൂടെ അങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ. അങ്ങോട്ട് പോരാൻ ഭയങ്കര മടിയാണ്, ഇതൊരു കുത്തനുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പറമ്പിലേക്ക് പോകുന്നതാണ്. ഇതേ നല്ല ഇലയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കീസൊക്കെ ആയിട്ട് പോകുന്നതായിരുന്നു. ഇതേ കീസിലിട്ട് ഇങ്ങനെ വീട്ടിലെത്തി നല്ലതുപോലെ കഴുകി എടുക്കുന്നുണ്ട്. എന്തെങ്കിലും മണ്ണും പൊടിയൊക്കെ ഉണ്ടാവും, നമ്മൾ പറിക്കുമ്പോൾ നല്ല നല്ല ഇലയായിരുന്നു. അപ്പോൾ അതേ നല്ലതുപോലെ കഴുകി എടുത്തതിന് ശേഷം ഒന്ന് ചുരുട്ടി പിടിച്ച് കുറച്ച് ഇങ്ങനെ അട്ടി വെച്ചിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിത് പണ്ട് കാലത്ത് നമ്മളെ അമ്മമാർ വല്യമ്മമാരൊക്കെ എങ്ങനെയാണോ ഉണ്ടാക്കിയിരുന്നത് ആ രീതിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ആ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഈ ഇല ഇങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങോട്ടൊന്ന് തിളപ്പിച്ച് ഊറ്റിയെടുക്കണം കേട്ടോ. ഒന്ന് അത്യാവശ്യം തിളക്കാണ്ട്. പണ്ടുള്ള നമ്മളെ അമ്മമാരൊക്കെ പറയും ഈ പയറിൻ്റെ ഇലയിൽ കട്ടുണ്ടാവും, അപ്പോൾ അത് വയറിനും ആരോഗ്യത്തിനൊക്കെ നല്ലത് അതാണെന്നാണ് പറയാറുള്ളത്. അപ്പോൾ നമുക്ക് അതേപോലെ ചെയ്യാം. അതല്ലാതെ നമുക്ക് ഇത് ഊറ്റാതെ തിളപ്പിച്ച് ഊറ്റാതെ അങ്ങനെ തന്നെ വെക്കുക എന്നുള്ളത് അറിയില്ല. എന്താ വെച്ചാൽ അറിയായികല്ല, അതിനെക്കുറിച്ച് എന്താണ് അതിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ച് നമുക്ക് അറിയില്ല കേട്ടോ. ഒന്നില്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് നന്നായി അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ഇതുപോലെ ഒന്നും അറിയാതെ ഇങ്ങനെ വെക്കുന്നതാണ് നല്ലത്. നമ്മൾ പണ്ടുള്ളവരെ എങ്ങനെയാണോ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുപോലെ വെക്കുന്നതിന് ഒക്കൂല അല്ലേ. അപ്പോൾ ഞാനിതേ അതാ തിളപ്പിച്ച് അങ്ങ് ഊറ്റി വെച്ചിട്ടുണ്ട്. അതൊന്ന് പിഴിഞ്ഞെടുക്കണം. പിന്നെ ഇതേ മിക്സിൻ്റെ ജാറിൽ നമ്മളെങ്ങനെയാണോ സാധാ തോരനൊക്കെ വെക്കൂല അതുപോലെ തന്നെയാണ്. തേങ്ങ, കാന്താരിമുളക്, ചെറിയുള്ളി, 2 അല്ലി വെളുത്തുള്ളി ഇട്ടുകൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പ് ഈ ഒരു ഉപ്പിന് അതിലേക്ക് ഇലവർഗ്ഗങ്ങളൊക്കെ നമ്മൾ തോരൻ വെക്കുന്ന സമയത്ത് ഈ തേങ്ങയിൽ തന്നെ ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. ആ ഒരു പാകമായി വരുന്ന ഉപ്പ് തന്നെയാണ് നമുക്ക് ഇലയ്ക്കും ആവശ്യം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനത് ഊറ്റി ചെമ്പട്ടിക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് പിഴിഞ്ഞെടുക്കുക കേട്ടോ. ശരിക്കൊന്ന് പിഴിഞ്ഞെടുക്കാം. പിഴിഞ്ഞിട്ട് കെട്ടിറക്കുക എന്നാണ് ഉമ്മമാരൊക്കെ പറയാറുള്ളത്. അത് ആ പിഴിഞ്ഞ് അങ്ങനെ കട്ട പിടിച്ച് നിൽക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ കെട്ടിറക്കണം. അതിങ്ങനെ പിച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ പിച്ചെടുക്കാം. ശരിക്കും അത് കട്ടയില്ലാതെ നമുക്ക് മാറ്റിയെടുക്കണം കേട്ടോ, അടർത്തിയെടുക്കണം ഒക്കെ. ഇനി നമുക്ക് ഞാൻ ഈ ചട്ടിയിൽ തന്നെയാണ് വെക്കുന്നത്. പിന്നെ എന്താണ് ഒതുക്കി വെച്ചിട്ടുള്ള തേങ്ങ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വെളിച്ചെണ്ണ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അങ്ങനെ ഇട്ട് കൊടുക്കുന്നവർക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം. അല്ലാതെ ഇങ്ങനെ തേങ്ങ ഇട്ട് കൊടുത്ത് അല്പം വെളിച്ചെണ്ണ മേലെ ഒറ്റിച്ചിട്ട് അങ്ങനെ നമുക്ക് ഇങ്ങനെ ചിക്കി എടുത്താലും മതി. വേവാൻ അത്യാവശ്യം വേവ് ഇത് നമ്മൾ തിളപ്പിച്ചപ്പം വെന്തിട്ടുണ്ട്. ഇനി ഒന്ന് പിന്നെ എന്താണ് ഇങ്ങനെ ഇളക്കിയെടുക്കാനുള്ളൂ കേട്ടോ. ചെറിയ തീയിലൊന്ന് ഒതുക്കിയിട്ടൊന്ന് ചെറിയ തീയിൽ എന്താന്ന് അടച്ച് വെച്ച് അമർത്തി കൊടുത്തു. ഒന്ന് അമർത്തി എടുത്തിട്ട് കങ്ങാൻ പാടില്ല കേട്ടോ. കങ്ങി അതിൻ്റെ ടേസ്റ്റ് തന്നെ പോവും. കുറച്ചൊരു നനവ് പോലെ വേണം കേട്ടോ, ഒത്തിരി ഒരു നനവ് പോലെ വേണം. എന്നിട്ട് നമുക്കിത് അങ്ങനെ അടിച്ച് വെച്ച് ചെറിയ തീയിൽ ഒരു 3-4 മിനിറ്റും കൂടി അങ്ങനെ വെച്ചെടുത്താൽ മതി. 2-3 മിനിറ്റ് മതി കേട്ടോ. ഒന്ന് അടിച്ച് വെച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഈ എന്താണ് വൻപയറിൻ്റെ ഇലത്തോരൻ തയ്യാറാവും. നല്ല ടേസ്റ്റാണ് ഈ ഇലക്ക് കേട്ടോ കഴിക്കാൻ. നമ്മൾ സാധാ പയറിൻ്റെ ഇല ഈ ഇലയൊക്കെ ഒരേ ടേസ്റ്റ് തന്നെയാണ്, നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ പിന്നെ അത് തയ്യാറായിട്ടുണ്ട്. ഇന്ന് നല്ല എരുന്ത് താളിച്ചതായിരുന്നു കേട്ടോ. എരുന്ത് താളിച്ചതും വെണ്ടക്ക മുളകിട്ടതും പിന്നെ എന്താണ് ആണെന്ന് കറി കേട്ടോ. അപ്പോൾ നമ്മളെ പയറിൻ്റെ എല്ലാം തയ്യാറായിട്ടുണ്ട്, ഭക്ഷണം കഴിക്കാനായിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഞാനും ഹസ്ബൻഡുമാണ് വീട്ടിലുണ്ടാവാറുള്ളത്. പിന്നെ ഇതേ നല്ല കുരുമുളകിൻ്റെ അച്ചാറും ഉണ്ട് കേട്ടോ, പച്ച കുരുമുളക് അച്ചാറാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം കേട്ടോ. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.